മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ബിഹേവിയറൽ ഫിനാൻസും മാർക്കറ്റ് അനോമലീസും. അപ്പോൾ നമുക്ക് ആദ്യം ബിഹേവിയറൽ ഫിനാൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ബിഹേവിയറൽ ഫിനാൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബിഹേവിയറൽ ഫിനാൻസ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വാട്ട് മീൻ ബൈ ബിഹേവിയറൽ ഫിനാൻസ്. Behavioral finance is study of influence of psychology on the behavior of investors or a financial analyst. അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അല്ലെ, നമ്മുടെ ഒന്നെങ്കിൽ അനലിസ്റ്റ് ആയാലും ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ്, ഇറ്റ്സ് ഇൻവെസ്റ്റർ ആണെങ്കിലും ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയറിനെ സം എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Behavioral finance is a study of influence of psychology on the behavior of investors or financial analysts. ഒന്നെങ്കിൽ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഇസ് ദി സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി. സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് എ സൈക്കോളജി, സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി ഓൺ ബിഹേവിയർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഒന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ ബിഹേവിയർ. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് സബ്സീക്വൻറ്റ് എഫക്റ്റ് ഓൺ ദി മാർക്കറ്റ്. മാർക്കറ്റിന് ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു എഫക്റ്റാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ദി ഫാക്ട് ദാറ്റ് ഇൻവെസ്റ്റർ ആർ നോട്ട് ഓൾവേസ് റാഷണൽ, ഹാവ് ലിമിറ്റ് ടു ദെയർ സെൽഫ് കൺട്രോൾ ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഓൺ ബയാസസ്. അതായത് ദാറ്റ് ഇൻവെസ്റ്റർ ആർ നോട്ട് റാഷണൽ അല്ല എന്നാണ് നമ്മുടെ ബിഹേവിയറൽ തിയറി പറയുന്നത്. നമ്മുടെ ബിഹേവിയർ ട്രഡീഷണൽ ഫിനാൻസിലാണ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഹിയർ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് റാഷണൽ, ദേ ആർ ലിമിറ്റഡ് ദർ സെൽഫ് കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഓൺ ബയാസ്നെസ്. നമ്മുടെ തന്നെ ബയാസ്നെസ് എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ തെറ്റുകൾ നമ്മളെ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സെൽഫ് കൺട്രോൾ കുറവാണെന്നാണ് പറയുന്നത്. ബിക്കോസ് ദർ ഈസ് എ ഇൻഫ്ലുവൻസ് ഫ്രം അതേഴ്സ്. നമുക്കൊരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി അതേഴ്സ്. ദാറ്റ്സ് എ ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റഡി ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി ഓൺ ദി ഹ്യൂമൻ ബിഹേവിയർ ഓർ ഇൻവെസ്റ്റേഴ്സ്. ബിഹേവിയർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആർ എ ഫിനാൻഷ്യൽ അനലിസ്റ്റ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സൈക്കോളജിക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ബിഹേവിയറൽ ഫിനാൻസിലൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ്സ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് അവർ ഫിനാൻസ് ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. നമുക്ക് ട്രഡീഷണൽ ഫിനാൻഷ്യൽ തിയറീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മുടെ മോഡേൺ ബിഹേവിയറൽ ഫിനാൻസ് തിയറി നമ്മളവിടെ മനസ്സിലാക്കാം. അതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇൻ ഓർഡർ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ് വി വാണ്ട്സ് ടു നോ അബൌട്ട് ദി ട്രഡീഷണൽ ഫിനാൻസ്. വാട്ട് ആർ ദി ഡിഫറൻസസ് ഫ്രം ട്രഡീഷണൽ ഫിനാൻസ് ആൻഡ് ബിഹേവിയറൽ ഫിനാൻസ്. ദാറ്റ് ദിസ് സെക്ഷൻ. ലെറ്റ് us first look traditional finance. Traditional finance include the following beliefs. താഴെ പറയുന്ന കാര്യങ്ങളുടെ മേലെയാണ് ട്രഡീഷണൽ ഫിനാൻഷ്യൽ തിയറി ഇപ്പോൾ പോകുന്നത്. അതായത് the market and investors are perfectly not rational. അതായത് ട്രഡീഷണൽ ഫിനാൻഷ്യൽ തിയറിയിൽ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റും റാഷണൽ ആണ്, റാഷണൽ എക്കണോമിക് തിങ്കേഴ്സ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിട്ടായിരിക്കും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതെന്നായിരിക്കും, വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന പേഴ്സൺസ് ആണ് അങ്ങനെ വിശ്വസിക്കുന്നത്. സെക്കൻഡ് വൺ, ഇൻവെസ്റ്റർ ട്രൂലി കെയർ അബൌട്ട് യൂട്ടിലിറ്റേറിയൻ characteristics. Utilitarian characteristics എന്ന് പറഞ്ഞാൽ what are the benefit or എന്തൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ
നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ്സിൻ്റെ യൂട്ടിലിറ്റേറിയൻ പ്രയോജനങ്ങൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ അഡ്വാൻറ്റേജ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അറിയുന്നുണ്ടാവും എന്നാണ് നമ്മളുടെ ഫിനാൻഷ്യൽ തിയറി വിശ്വസിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ പ്യൂർലി, അതായത് നമ്മളൊരു ഓൾട്ടർനേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇൻവെസ്റ്റേഴ്സ് ദേ ആർ ഓൾസോ നോളജ് അബൌട്ട് വാട്ട് ആർ benefit of that alternative എന്നുള്ള കാര്യം. Then investors have perfect self control. Third one, investors are 100% self controlലുള്ള, അതായത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. ബട്ട് സം എക്സ്റ്റെൻറ്റ് വരെയാണ് അത് കറക്റ്റ് ആവുന്നുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ കണ്ടിരുന്നു ബിഹേവിയറൽ ഫിനാൻസിൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് സെൽഫ് കൺട്രോൾഡ് അല്ലെ, കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല അല്ലെ, ഒരു സം എക്സ്റ്റെൻറ്റ് വരെ മാത്രമാണ് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വിശ്വസിക്കുന്ന ഫുൾ കൺട്രോളിലാണ്. ദേ ആർ നോട്ട് കൺഫ്യൂസ്ഡ് ബൈ കോഗ്നിറ്റീവ് എറേഴ്സ് ഓർ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എറേഴ്സ്. അതായത് എറേഴ്സിനെ കുറിച്ച് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. അതായത് ബയാസ്നെസ് ഉണ്ടായിട്ട് അതിൽ നിന്നൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുന്നുണ്ട് എന്നൊരിക്കലും വിശ്വസിക്കുന്നില്ല ഫിനാൻഷ്യൽ തിയറിയിൽ. അതായത് ദേ ആർ നോട്ട് ഫുള്ളി they got or they are collecting full the information about the alternatives-നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഫുള്ളായിട്ടുണ്ടായിരിക്കും. അതായത് കോഗ്നിറ്റീവ് എറേഴ്സോ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എറേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ള ഒരു ഇതാണ് അസംഷൻസ് ഓഫ് എ ട്രഡീഷണൽ ഫിനാൻസ് തിയറി. അതായത് ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റും റാഷണൽ ആണ്, യൂട്ടിലിറ്റേറിയൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഫുൾ ആയിട്ട് നമുക്ക് നോളജ് ഉണ്ടായിരിക്കും. വി ആർ സെൽഫ് കൺട്രോൾഡ് പേഴ്സൺസ്. ദർ ഇസ് നോട്ട് കൺഫ്യൂഷൻ അബൌട്ട് കോഗ്നിറ്റീവ് എറേഴ്സ് ഓർ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എറേഴ്സിനെ കുറിച്ചൊന്നും യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുന്നത് ട്രഡീഷണൽ ഫിനാൻഷ്യൽ തിയറിയിൽ. നോക്കാം എന്താണ് ബിഹേവിയറൽ ഫിനാൻസ് തിയറിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബിഹേവിയറൽ ഫിനാൻസ് തിയറി എന്താണെന്ന് കമ്പയറിംഗ് ട്രഡീഷണൽ ഫിനാൻസ് വിത്ത് ബിഹേവിയറൽ ഫിനാൻസ്. ട്രേറ്റ്സ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ് തിയറി ആർ investors are treated as normal, not rational. Here പറയുന്നത് നോർമൽ ഒരു പേഴ്സൺസ് ആണ്, റാഷണൽ അല്ല എന്നാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ തിങ്കേഴ്സ് അല്ല, നോർമൽ തിങ്കേഴ്സ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ ഓർഡിനറി പേഴ്സൺസ്, നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺസ്. നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, അതായത് നോർമൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. റാഷണൽ അത്രയും എക്കണോമിക്കൽ ആയിട്ടൊന്നും തിങ്ക് ചെയ്യുന്നവരല്ല ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം സം എക്സ്റ്റെൻറ്റ് അതാണ് കറക്റ്റ്. റാഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും റാഷണൽ പേഴ്സൺസ് ആവണമെന്ന് ഇല്ല. ദെൻ ആക്ച്വലി ഹാവ് ലിമിറ്റ് ഇൻ ദർ ഓൺ സെൽഫ് കൺട്രോൾ. നമ്മുടെ സെൽഫ് കൺട്രോളിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്കറിയാം നമുക്ക് എത്രത്തോളം നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്. സംടൈംസ് ഇൻഫ്ലുവൻസ് ഫ്രം അതേഴ്സ് അല്ലെ, മറ്റുള്ളവരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവാനുള്ള ചാൻസും നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ അല്ലെ. സം ഇൻഫർമേഷൻ കേട്ടാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ നമുക്ക് പോകാറുണ്ട് അല്ലെ. നമ്മൾ ആ എടുത്ത ഡിസിഷനിൽ നിന്ന് പോകുന്നതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ കറക്റ്റ്. Then investors are influenced by their own biasness. നമ്മുടെ തന്നെ ബയാസ്നെസ് എപ്പോഴും നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മൾ തെറ്റായ മിസ്റ്റേക്കായ ഇൻഫർമേഷനൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അവർ ഓൺ ബയാസ്നെസ്, നമ്മുടെ തന്നെ ബയാസ്നെസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് മേക്ക് കോഗ്നിറ്റീവ് എറേഴ്സ് ദാറ്റ് ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻ. നമ്മൾ കോഗ്നിറ്റീവ് എറേഴ്സ് മേക്ക് ചെയ്യാറുണ്ട്. നമുക്കറിയാം കോഗ്നിഷൻ അല്ലെ, കോഗ്നിറ്റീവ് നമ്മൾ മൊബൈൽ കണ്ടതാണ്. അപ്പോൾ കോഗ്നിറ്റീവ് എറേഴ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനെ അത്തരത്തിലുള്ള ബയാസ്നെസ് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറും ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദി traits or a behavior of നമ്മുടെ our behavioral finance theory. നോർമൽ ആണ്, സെൽഫ് കൺട്രോൾ കുറവാണ്, ലിമിറ്റ് ടു their self control, influenced by their own biasness. അതായത് സൈക്കോളജി, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സൈക്കോളജി സം എക്സ്റ്റെൻറ്റ് വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത് അല്ലേ. ദെൻ കോഗ്നിറ്റീവ് എറേഴ്സ്, അതൊക്കെ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സം എക്സ്റ്റെൻറ്റ് ബിഹേവിയറൽ ഫിനാൻസ് തിയറി വരുന്ന സൈക്കോളജി ഈസ് ഇൻഫ്ലുവൻസിങ് ഫോർ അവർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇൻ എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദാറ്റ് ആർ ടേക്കൺ ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അനലിസ്റ്റ് അല്ലെ. നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സും അനലിസ്റ്റും ആയിരിക്കും ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ അതിനെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ആര്, നമ്മുടെ
ബിഹേവിയറൽ ഫിനാൻസ് തിയറി പറയുന്നത് സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ്. ഓക്കെ, ദീസ് ആർ ദി ബേസിക് തിങ്സ് ഓഫ് അവർ ബിഹേവിയറൽ ഫിനാൻസ്. ദെൻ ബിഹേവിയറൽ ഫിനാൻസ് കോൺസെപ്റ്റ് മെയിൻ ആയിട്ടും 4 കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിഹേവിയറൽ ഫിനാൻസ് തിയറി. ദർ ആർ 4 main key concepts the behavioral finance theory. First one, mental accounting. The propensity to allocate money for a specific purpose. propensity to allocate money for a specific purpose. നമ്മളൊരു specific purpose-നായിട്ട് വേണ്ടിയിട്ട് മണി allocate ചെയ്യുന്നതിനെയാണ് നമ്മൾ മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. propensity നമുക്ക് propensity to allocate money for a specific purpose, ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനായിട്ട് നമ്മൾ മണി propensate ചെയ്യുന്നതിനെയാണ് മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ്സ് നമുക്കറിയാം, നമുക്കൊരു 5 rupees ഇപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് എ മെന്റൽ പ്രോസസ്സിങ് നടന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതായത് അവിടെ ഒരു സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. വി ആർ ഹ്യൂമൻ ബീങ്സ്, സോ എവറി ടൈം ദർ ഈസ് എ ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി ഉണ്ടായിരിക്കും. ഹെൽത്ത് ബിഹേവിയർ, the habit of people to imitate the financial behavior of majority. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമൽ നമ്മുടെ ലൈഫിൽ തന്നെ ഹേർഡ് ബിഹേവിയർ ഉണ്ടാവും. അതായത് ഹാബിറ്റ് ടു ഇമിറ്റേറ്റ്, നമുക്ക് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ നോർമൽ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, അതേ ഒരു ഇമിറ്റേഷൻ എവിടെയുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ ബിഹേവിയർ ഓഫ് മജോറിറ്റി, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായിരിക്കും. മറ്റുള്ളവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇൻഡെക്സിനെ ഹാക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി സെമിനാർ ടോപ്പിലുള്ളതാണ്. ഇൻഡെക്സിനെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഉണ്ടാക്കി, നമുക്കറിയാം ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, പോർട്ട്ഫോളിയോ കുറേ കമ്പനീസിൻ്റെ ഷെയർ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഇൻഡെക്സ് എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷെയറിനെ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതേ അളവിൽ തന്നെ ഷെയറിനെ അതേ കമ്പനീസിൻ്റെ വാങ്ങുന്നുണ്ടായിരിക്കും. കാരണം നമ്മളവിടെ ഒരു റിസ്ക് എടുക്കുന്നുണ്ടായിരിക്കില്ല. മറ്റുള്ളവർ എടുത്ത് വെച്ചിരുന്ന ഡിസിഷൻ്റെ മേലെയായിരിക്കും നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഹാക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ നോർമൽ IT ഫീൽഡിൽ ഉപയോഗിക്കുന്ന പോലെ ഹാക്കിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഹാക്കിംഗ് ഒക്കെ നടത്തുന്നത് തന്നെ ഇറ്റ്സ് എ ഹാബിറ്റ്. ഇമിറ്റേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാം. നമുക്കറിയാം, മറ്റുള്ളവർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കും ചെയ്യണം അല്ലെ. അത്തരത്തിലുള്ള ഹാബിറ്റുകളൊക്കെ നമുക്ക് നോർമലി ഉണ്ടാവാറുണ്ട്. ഡെയിലി ലൈഫിലുണ്ട്, ഫിനാൻഷ്യൽ ലൈഫിലുണ്ട്. സോ ഇറ്റ്സ് എ ഹേർഡ് ബിഹേവിയർ. ദെൻ ആങ്കറിംഗ്, ദി അറ്റാച്ച്മെന്റ് ഓഫ് സ്പെൻഡിങ് ലെവൽ ടു ആൻ ഈസി റെഫറൻസ്, ലൈക്ക് സ്പെൻഡിങ് മോർ മണി ഫോർ എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് എനിത്തിങ് അല്ലെ. അറ്റാച്ച്മെന്റ് ഓഫ് സ്പെൻഡിങ് ലെവൽ ടു ഈസി റെഫറൻസ്, നമ്മൾ പെട്ടെന്ന് റെഫറൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആങ്കറിങ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഇപ്പം നമുക്കറിയാം നോർമലി ബേബി പ്രോഡക്റ്റിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ല, എന്നാലും ഒരു എക്സാമ്പിൾ പറയാം. ബേബി പ്രോഡക്റ്റിൻ്റെ ഒക്കെ നമ്മൾ നോർമലി ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് സെയിം ബേബി പ്രോഡക്റ്റ് അത്ര ടോപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹിമാലയൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഇവാൾവേറ്റ് ചെയ്യാൻ പോകില്ല. അത് കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് സെയിം തിങ്സ്, ഇറ്റ്സ് ആങ്കറിങ് എന്നാണ് പറയുക. അതായത് നമ്മളവിടെ ഇവാൾവേഷൻ ഒന്നും നടത്തില്ല. ദർ ഈസ് ആൻ അസംഷൻ ദാറ്റ് ഇസ് പോപ്പുലർ ബ്രാൻഡ് ഈസ് മോർ ആൻഡ് മോർ ഗുഡ്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് എ ആങ്കറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിഹേവിയറൽ ഫിനാൻസിൻ്റെ കോൺസെപ്റ്റുകളാണ്. ഹൈ സെൽഫ് റേറ്റിംഗ്, പിന്നെ നമ്മളെ തന്നെ റേറ്റ് ചെയ്യുന്നുണ്ട്. ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽ ടു റാങ്ക് ദംസെൽസ് ഹയർ ദാൻ ആൻ ആവറേജ് ഇൻഡിവിജ്വൽ, നമ്മളെപ്പോഴും നമ്മളെ ഒരു ആവറേജ് ഇൻഡിവിജ്വലിന് മേലെയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം ആരെങ്കിലും അത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് സെൽഫ്
ഇവാലുവേഷൻ ഉള്ളതാണ്. നമ്മൾ സെൽഫ് റേറ്റിംഗ് ഉണ്ടാകണം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ഇപ്പം ലേഡീസൊക്കെയാണ് കിച്ചണിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പം കുക്ക് ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും അത് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ദാറ്റ്സ് ആക്ച്വലി അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ലതായിരിക്കും എന്നുള്ളൊരു, അതായത് നമ്മൾ നമ്മളിൽ നിന്ന് റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ ഉണ്ടായിരിക്കും, നമ്മൾ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് അങ്ങനെ ഒരു നെഗറ്റീവ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫീൽഡിലും ചെയ്യാറുണ്ട്. ഹൈ സെൽഫ് റേറ്റിംഗ് ആണ്. അതാണ് മെന്റൽ അക്കൗണ്ടിങ്, ഹാഡ് ബിഹേവിയർ, ആങ്കറിങ് ആൻഡ് സെൽഫ് റേറ്റിംഗ്. സെൽഫ് റേറ്റിംഗ് നമുക്ക് പെട്ടെന്ന് പറയാം. ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലർ ബാൻഡൊക്കെ നല്ലതാണെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ബിഹേവിയറാണ്. അതായത് വിത്തൗട്ട് മോർ ഇവാളുവേഷൻ ഇല്ലാതെ. ഹെഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വി ആർ ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. മെൻ്റൽ അക്കൗണ്ടിങ്, പ്രൊപ്പൻസിറ്റി ടു അലോക്കേറ്റ് മണി ടു എ സ്പെസിഫിക് പ്രോസസ്. ഇതിൻ്റെയൊക്കെ മേലെയാണ്, അതാണ് കോൺസെപ്റ്റ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ്. അതായത് ഈ ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ 4 കോൺസെപ്റ്റിൽ നിന്നിട്ട് ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെൻ്റൽ അക്കൗണ്ടിങ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ബിഹേവിയറൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് അല്ലേ. നമുക്ക് ആ കോൺസെപ്റ്റ് കുറച്ചുകൂടെ വൈഡായിട്ട് വേണമെങ്കിൽ വേറൊരു ലെവലിൽ നോക്കാം. സെയിം തിങ്സ് തന്നെ. ഡിസിഷൻ മേക്കിംഗ് ഇറേഴ്സ് ആൻഡ് ബയാസ്നെസ്. ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും ഇറേഴ്സും ബയാസ്നെസ്സും എന്ത് ചെയ്യുന്നുണ്ടായി, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us explore some of the bucket or building block that make behavioral finance. ബിഹേവിയർ ഫിനാൻസിൻ്റെ കോൺസെപ്റ്റ് 4 നമ്മളിപ്പോൾ നോക്കിയിരുന്നു. സെയിം തിങ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എ ബക്കറ്റ് ഓർ എ ബിൽഡിംഗ് ബ്ലോക്ക്, പല പല ബ്ലോക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം ബിഹേവിയറൽ ഫിനാൻസിനെ. അല്ലെ, ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണേ അതിൻ്റെ അകത്ത് പലതരം കോൺസെപ്റ്റുകൾ ചേർന്നിട്ടാണ്. ബിഹേവിയറൽ ഫിനാൻസ് വ്യൂ, ഇൻവെസ്റ്റേഴ്സ് ആർ നോർമൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, ബട്ട് ബീയിങ് സബ്ജക്ട് ബി ഡിസിഷൻ മേക്കിംഗ് ബയാസ്നെസ് ആൻഡ് എറേഴ്സ്. ബട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായും, ബയാസ്നെസ്സും എറേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. വി ക്യാൻ ബ്രേക്ക് ഡൗൺ ദി ഡിസിഷൻ മേക്കിംഗ് ബയാസ്നെസ് ആൻഡ് എറേഴ്സ് ഇൻ ടു അറ്റ്ലീസ്റ്റ് 4 ബക്കറ്റ്സ്. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എറേഴ്സും ബയാസ്നെസ്സും ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഏതൊക്കെയാണ് ആ 4 തിങ്സ് എന്ന് നോക്കാം. 4 self-deception, heuristics, social influence and emotions. These are the 4 buckets or bricks create the biasness or errors in the behavioral concept, behavioral finance. Self-deception, heuristic, simplification, social influence and emotions. We can see what are the meaning of this. Self deception നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ദി കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ലിമിറ്റഡ് ടു ദി വേർഡ് വി ലേൺ. നമ്മൾ ലേൺ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടായിരിക്കും, നമ്മൾ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തായിരിക്കും ലേൺ ചെയ്യുന്നത്. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഗ്രാപ്സ് ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കി കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യം. ഇപ്പം നമുക്ക് ബാങ്കിങ് ഇൻഡസ്ട്രിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ബാങ്കിൽ പോവുക, ബാങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങളും തന്നെ നമുക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് 1-2 കേസിൻ്റെ മാത്രമായിരിക്കും അറിയുന്നത്. ദാറ്റ്സ് വി ക്യാൻ മിസ്റ്റേക്കിൻലി തിങ്ക് വി നോ. നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാമെന്ന് തിങ്ക് ചെയ്യും. ദാറ്റ്സ് എ സെൽഫ് ഡിസെപ്ഷൻ. മോർ ദാൻ വി ആക്ച്വലി ഡു, വി ടേൺ ടു മിസ്ഇൻഫർമേഷൻ ദാറ്റ് വി നീഡ് ടു മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ വേണം. അപ്പം നമ്മൾ ആക്ച്വലി എന്ത് വിചാരിക്കും, വി ഹാവ് സം ഇൻഫർമേഷൻ, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കും. സോ ദർ ഈസ് എ ലേണിംഗ്, ദർ ഈസ് എ വേ ടു ലിമിറ്റ് ആയിരിക്കും നമ്മുടെ ലേണിംഗ്. നമുക്കറിയാം നമ്മൾ ലിമിറ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ ലേൺ ചെയ്തിട്ടില്ല, അതിൻ്റെ എബോവ് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ വിചാരിക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് ക്രിയേറ്റ് എ ബയാസ്നെസ് ഓർ എറേഴ്സ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ്. ദെൻ second one, heuristic simplification.
If we can also scope out the bucket that is often called heuristic implication. Heuristic implication refers to information processing errors. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഇററാണ്. അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതിൽ എന്തുണ്ടായിരിക്കും, ഇറർ ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ഇൻഫർമേഷൻ എങ്ങനെയാണ് പാസ് ചെയ്യുകയെന്ന് അല്ലേ. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് എന്ത് ചെയ്യും, സ്പീക്കറിൽ നിന്ന് അത് വേയിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ അടുത്തെത്തുമ്പോഴത്തേനും എന്താണ്, അതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സും കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മിസ്സുണ്ടായിരിക്കും, പ്രോസസ്സ് ചെയ്യുന്നതിന് മിസ്സിങ് ഉണ്ടായിരിക്കാം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മിസ്റ്റേക്കിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഇറർ, പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇറർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു സപ്പോസ് നിങ്ങളിപ്പോൾ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് അതിനൊരു റിപ്പോർട്ടാക്കി എന്ന് വിചാരിക്കുക. ആ റിപ്പോർട്ടിലോട്ട് എത്തുമ്പോഴത്തേനും എന്തായിരിക്കും, അല്ലെങ്കിൽ കുറേ ഡേറ്റ നഷ്ടമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ദാറ്റ്സ് എ ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ. ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ഇമോഷൻസ്. അനദർ ബിഹേവിയറൽ ഫിനാൻസ് ബക്കറ്റ് ഈസ് റിലേറ്റഡ് ടു ഇമോഷൻ ആണ്. നമ്മളെ എപ്പോഴും ഇമോഷൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഗിവിങ് ടു dwell on this bucket in this introductory sections. Basically, emotion in behavioral finance refers to our making decisions based on current emotional state. അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും കറണ്ട് ഇമോഷണൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മളൊരു ചെറിയ ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ പല ഇമോഷണൽ ഫീലിങ്സും വരാനുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ കൺസിഡർ ചെയ്ത് ഉണ്ടായിരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലേ. നെക്സ്റ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. വി വാണ്ട്സ് ടു സോഷ്യൽ ബക്കറ്റ് ഈസ് ഹൗ അവർ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. അതായത് മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് ഈ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടായിരിക്കും എങ്കിലേ ഡിസിഷൻ മേക്കിംഗ്. നമ്മളീ പറയുന്നതൊക്കെ മാർക്കറ്റ് കുറിച്ചാണ്, അതായത് ഫിനാൻഷ്യൽ സെക്ടറിനെ കുറിച്ചാണ് കുറച്ചുകൂടെ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഡിസിഷൻ, ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് എടുക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് ഈ 4 കോൺസെപ്റ്റും കൊടുക്കാം. നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ഈ 4 കോൺസെപ്റ്റ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളിപ്പം ടാറ്റ സ്റ്റീലിൻ്റെ ഒരു 50 ഷെയറിൽ 100 ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നറിയാം. നമുക്കറിയാം 1 lakh ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ 1 lakh rupees അല്ലേ, 1,50,000 rupees ഏകദേശം വേണ്ടി വരും നമുക്ക് ടാറ്റ സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും എമൗണ്ടിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കുറേ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടാറ്റ സ്റ്റീൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ദാറ്റ് ഈസ് എ സെൽഫ് ഡിസെപ്ഷൻ. ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടാറ്റ സ്റ്റീലിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ഫുൾ ഇൻഫർമേഷനും കറക്റ്റ് ആവണമെന്നില്ല. കാരണം അത് പ്രോസസ്സ് ചെയ്ത് വന്നപ്പോഴത്തേനും അതിൽ പല മിസ്റ്റേക്കുകളും ഇററുകളും ഉണ്ടായിരിക്കും. അതായത് കമ്പനി പബ്ലിഷ് ചെയ്തെടുത്തുനിന്ന് പലരുടെ കയ്യിൽ കൂടി പാസ് ചെയ്ത ഇൻഫർമേഷൻ. ദാറ്റ്സ് എ ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് ഇമോഷൻസ്. ഇനി നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഇമോഷണൽ ഫീലിങ്സും ഉണ്ടാവാം, ഇമോഷണൽ ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുണ്ടാവാം. നെക്സ്റ്റ് വൺ സോഷ്യൽ ഇൻഫ്ലുവൻസ്. ദെൻ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ പലരോടും, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിസിഷൻ മേക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിടുക. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. അതിനെയാണ് ആ ഒരു സ്റ്റേജാണ് ഇത് ബയാസ്നെസ് ആൻഡ് എറേഴ്സ് ഇൻ ദി ബിഹേവിയറൽ ഫിനാൻസ്. സെൽഫ് ഡിസെപ്ഷൻ ആൻഡ് ഹ്യൂറിസ്റ്റിക് സിംപ്ലിഫിക്കേഷൻ, ഇമോഷൻസ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന 4ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബയാസ്നെസ് ആൻഡ് എറേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തിയറീസ് ഓഫ് എ ബിഹേവിയറൽ ഫിനാൻസ് ആണ്. ഇത് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബിഹേവിയറൽ ഫിനാൻസിൻ്റെ തിയറീസ്. പ്രോസ്പെക്ട് തിയറിയാണ് ഫസ്റ്റ് വൺ. ബിഹേവിയറൽ ഫിനാൻസ് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണേ ബിഹേവിയറൽ ഫിനാൻസ് തിയറീസ് ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രോസ്പെക്ട് തിയറി ടോർക്കി ആൻഡ് ക്വാൻ 1917 ദീസ് തിയറി ഡെവലപ്പ് ചെയ്തത് പ്രോസ്പെക്റ്റീവ് തിയറി എന്ന് പറയും. പ്രോസ്പെക്റ്റീവ് തിയറിയിൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഷോസ് ദാറ്റ് ഹൗ ദി പീപ്പിൾ മാനേജ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. എങ്ങനെയാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി പീപ്പിൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ദിസ് തിയറി എക്സ്പ്ലെയിൻ അപ്പാർട്ട്മെന്റ് റെഗുലാരിറ്റി ഇൻ ഹ്യൂമൻ ബിഹേവിയർ വെയർ അസ്യൂമിങ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. എങ്ങനെയാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് കോൺസിസ്റ്റന്റ്ലി റിസ്ക്
averse അല്ല, rather than risk averse in the gain but risk takers in loss അല്ലെ. according to Token and Cohen, people place much more weight on the outcomes that perceived or more certain that they are considered more probable. ഏറ്റവും സാധ്യമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഔട്ട്കം ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ. ദാറ്റ്സ് അപ്പോൾ ഈ ഒരു തിയറി, പ്രോസ്പെക്റ്റീവ് തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി. മാനേജേഴ്സ് ടേക്ക് ദിസ് തിയറി ഷോസ് ദാറ്റ് ഹൗ പീപ്പിൾ മാനേജ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് ദിസ് തിയറി സേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് തിയറിയാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഈ ബിഹേവിയറൽ ഫിനാൻസിലും എന്താണ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടനിറ്റി. ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടനിറ്റി ആണ് സെക്കൻഡ് തിയറീസിനെ ബിഹേവിയറൽ ഫിനാൻസ്. എങ്ങനെയാണ് അൺസർട്ടനിറ്റി നമ്മൾ ജഡ്ജ്മെൻ്റ് ആണ്. ദിസ് ഇൻക്ലൂഡ് ഫോളോയിങ് തിയറീസ് സമ്മറൈസ് ഹൗ പീപ്പിൾ ഫോം ബിലീവ്സ് ആൻഡ് അൺസർട്ടനിറ്റി. ഓവർ കോൺഫിഡൻസ് അല്ലേ. സംടൈംസ് വി ആർ ടേക്കിംഗ് ദി ഡിസിഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് ഓവർ കോൺഫിഡൻസ് അല്ലേ. നമ്മൾ മിക്ക ഡിസിഷൻസ് എടുക്കുന്ന ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും അല്ലേ. ഇപ്പോൾ അത് വേണ്ട എന്നൊരാൾ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുക്കും. ഇപ്പോൾ ടാറ്റാ സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇറ്റ്സ് റിസ്കി ആണെന്ന് ആരെങ്കിലും പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ദാറ്റ്സ് എ ഓവർ കോൺഫിഡൻസ്. ദെൻ ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇതൊക്കെ സൈക്കോളജിയാണ് പറയുകയാണെങ്കിൽ അല്ലേ. സൈക്കോളജിയാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പീപ്പിൾ ടേൺ ടു ഓവർ കോൺഫിഡൻസ് ടു ഹെൻസ് ഓവർ എസ്റ്റിമേഷൻ ഓഫ് എ ആക്യുറസി ഓഫ് അതർ ഫോർകാസ്റ്റ് അല്ലേ. നമുക്ക് ഓവർ എസ്റ്റിമേഷനും അബൌട്ട് ദി ആക്യുറസിയെക്കുറിച്ച് ഓവർ എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കും ആളുകൾക്ക്. ദറ്റ്സ് എ ഓവർ കോൺഫിഡൻസ് ആർ ദി ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ബട്ട് ദീസ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലേ. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എവിടേക്കാണ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിയർ ഓഫ് റിഗ്രറ്റ്. Figure of human beings have a tendency to feel that pain or the fear of regret at having made errors അല്ലെ. fear of regret and they made errors create. As much as to avoid the pain or of regret, people turned to alert their behavior which may end up being irrational at a time. ഫിയർ ഓഫ് റിഗ്രറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിയർ ഓഫ് റിഗ്രറ്റ് ഹാവിങ് മെയ്ഡ് ഇറേഴ്സ്, നമ്മൾ ക്രിയേറ്റിംഗ് ദി ഇറേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇറേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ അവിടെ പ്രോഫിറ്റബിൾ ആയിരിക്കാം അല്ലേ. അപ്പോൾ ഫിയർ ഓഫ് റിഗ്രറ്റ് കൊണ്ട് നമ്മൾ വി ഹാവ് മെയ്ഡ് ഇറേഴ്സ്, നമ്മൾ ഇറേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് എ ഫിയർ ഓഫ് റിഗ്രറ്റ്. അപ്പം ടു തിയറീസ് അണ്ടർ ജഡ്ജ്മെൻറ്റ് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസും അതുകൊണ്ട് ഫിയർ ഓഫ് റിഗ്രറ്റും ആണ്. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ തിയറിയാണ് ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക്സ്. ദിസ് ഈസ് എ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക്സ് ഓൺ എ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എപ്പോഴും ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക് ഇൻഫ്ലുവൻസ് ചെയ്യും. ആസ് എ സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ആൻഡ് that usually but not always yield as a correct solutions. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ്, നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ്, വേ ആണ് ദാറ്റ് വി ക്യാൻ അപ്ലൈഡ് ടു വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ദാറ്റ് യൂഷ്വലി ബട്ട് നോട്ട് ഓൾവേസ് yield a correct. നമ്മൾ ഒരു വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് പല രീതിയിൽ സോൾവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ടിൽ കൂടി, ദാറ്റ് മീൻസ് people often use heuristic shortcuts. Heuristic means shortcut. നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. ചിലപ്പോൾ അത് സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആവാം. കോംപ്ലക്സ് സോൾവിങ് ടു മോർ സിമ്പിൾ ജഡ്ജ്മെൻറ്റ് ഓപ്പറേഷൻ. ദീസ് ആർ ദി മോസ്റ്റ് പോപ്പുലർ ഹ്യൂറിസ്റ്റിക് ആർ ഫോളോയിങ്. താഴെ പറയുന്നതാണ് ഹ്യൂറിസ്റ്റിക്കിലെ മെയിൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രത്യേക സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. വി ക്യാൻ അപ്ലൈഡ് ടു വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ആൻഡ് യൂഷ്വലി ബട്ട് നോട്ട് ഓൾവേസ്. യൂഷ്വലി സക്സസ്
ആയിരിക്കാം, പക്ഷെ എല്ലായ്പ്പോഴും സക്സസ് ആവണം എന്നില്ല, കറക്റ്റ് സൊല്യൂഷൻ തരണമെന്നില്ല. അതാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്ട്രാറ്റജിയാണ്, പക്ഷെ എപ്പോഴും അത് സക്സസ് ആവണം എന്നില്ല. ചില സമയത്ത് എന്നാൽ സക്സസ് ആയിരിക്കാം. നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു 2 വർഷമായിട്ട് സക്സസ് ആണ്. നമ്മളത് ആ ഒരു സ്ട്രാറ്റജീൻ്റെ മേലെ പോയിട്ട് എന്ത് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടാണ് അല്ലേ. അതുപോലെ നമ്മളൊരു ഇൻഡെക്സിനെ വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇൻഡെക്സ് എപ്പോഴും സക്സസ് ആവണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ട്രാക്കിംഗ് എന്ത് ചെയ്യാം, ഫെയിലിയർ ആവാം. ദാറ്റ്സ് എ ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ്. റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട്, ദാറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ് റെഫേഴ്സ് ടു ദി ടെൻഡൻസി ടു ഫോം ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ എ സ്റ്റീരിയോടൈപ്പ്. അതായത് ഒരു സ്റ്റീരിയോടൈപ്പിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെൻഡൻസി ടു ഫോം എ ജഡ്ജ്മെൻറ്റ്, ഒരു ജഡ്ജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ, റിപ്പീറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെൻഡൻസി ടു ഫോം എ ജഡ്ജ്മെൻറ്റ്, അതിനെ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് ഒരു സ്റ്റീരിയോ ടൈപ്പിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി, ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു കുട്ടി സ്കൂൾ ഏജുകളിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആൻഡ് ടോപ്പ് സ്കോററാണെന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോളേജിലോട്ട് എത്തുമ്പോൾ അവനെ അസ്യൂം ചെയ്യുകയാണ്, ഇപ്പോൾ കോളേജിലും അവൻ അങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റീരിയോ ടൈപ്പിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജഡ്ജ് ചെയ്യണം. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഷെയർ മാർക്കറ്റ് അപ്പായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി വരുന്ന 10 വർഷം അപ്പായിരുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ്സ് എ ഹ്യൂറിസ്റ്റിക്. റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയും. Then availability heuristic. The heuristic is used to evaluate the frequency or likelihood of event on the basis how quickly instance or associated come to the mind. Availability heuristic എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ മൈൻഡിലോട്ട് ഒരു അസോസിയേഷൻ ഓർ ഇൻസിഡൻറ്റ് വരുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് വരുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുക. അതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഹൗ ക്വിക്ക്ലി ഇൻസ്റ്റൻസ് ഓർ അസോസിയേഷൻസ് കം ടു ദി മൈൻഡ്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ കാണാം, ഹൗ ക്വിക്ക്ലി എത്രത്തോളം പെട്ടെന്നാണ് ഇൻസ്റ്റൻസും അസോസിയേഷൻസും ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോടിപ്പോൾ ഒരാൾ ഒരു ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു, പോസിറ്റീവ് പ്രോഫിറ്റബിൾ ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് എന്താ വരുന്നത്, ഒരാൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കും, അന്ന് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കും പ്രോഫിറ്റബിൾ ആയിരുന്നു, അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിരിക്കും. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പക്ക നിങ്ങളുടെ പോയിക്കണമെന്ന് വിചാരിക്കുക, പക്കായിട്ട് നിങ്ങളുടെ ക്യാഷ് പോയി എന്ന് വിചാരിക്കുക. നിങ്ങളോട് ആ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എന്ത് പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ നെഗറ്റീവായിട്ടായിരിക്കും മൈൻഡിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഫസ്റ്റ് വരുന്ന ഇൻസിഡൻറ്റ് എന്തായിരിക്കും, ആ നെഗറ്റീവ് എനർജി ആയിരിക്കും. ദാറ്റ്സ് എ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ എൻക്രോച്ചിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. After informing an opinion, people are often unwilling to change it when though they are receiving new information that is relevant. അതായത് എൻക്രോച്ചിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ നോട്ട് റെഡി ടു ചേഞ്ച് വെൻ ആഫ്റ്റർ ദേ ആർ ടേക്കിംഗ് എ ഡിസിഷൻസ്. അല്ലേ, നമ്മളൊരു ഡിസിഷൻസോ ഒരു വ്യൂ പോയിൻറ്റോ മൈൻഡിലോ ഒരു ഒപ്പീനിയനോ മൈൻഡിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കില്ല. ഇഫ് വി ഗോട്ട് എ റെലവൻറ്റ് ആക്യുറേറ്റ് ആൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ, നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ എന്തായിരിക്കില്ല, നമ്മൾ റെഡി ആയിരിക്കില്ല ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനായിട്ട്. അല്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോടിപ്പോൾ ഒരാൾ പറയുകയാണ് ഷെയർ മാർക്കറ്റിൽ ഇനിയൊരു 10 വർഷത്തേന് 2 വർഷത്തേന് ഇടിവായിരിക്കും, അല്ലെ ടാറ്റ സ്റ്റീൽ ഇപ്പോൾ പൊളിയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. അല്ല ഇപ്പോൾ ലീല ക്ലോത്ത് പൊളിയാൻ പോവുകയാണെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അതിന് മുമ്പ് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലീല ക്ലോത്ത് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് കമ്പനി ഇൻ ദി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ്. ദെൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ആ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കില്ല. ദാറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആയിരിക്കില്ല. അതാണ് എൻക്രോച്ചിങ് ആൻഡ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നാണ്
Enumeracy. People have difficulty numbers in this book, Enumeracy, Mathematical Illiteracy and its Concept. John Paul's notes, some of the block of Geely comfortably with numbers and probabilities are due to quite natural psychological reasons or uncertainty. That means enumeracy means people are creating some assumptions on their past events. Past events-നെ വെച്ചിട്ട് people എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവർക്കുടെ ഒരു ഫ്യൂച്ചറിനെ, അല്ലെങ്കിൽ പാസ്റ്റ് എക്സാമ്പിളുകളെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ടായി, ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ enumeracy. ഇത് മാത്തമാറ്റിക്കലി പറയുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ലിറ്ററസി ആൻഡ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ജോൺ പോളിൻ്റെ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയുന്നത്, നമ്പേഴ്സൊക്കെ ഇന്ന നമ്പേഴ്സ് സക്സസ് ആയിരിക്കും, അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ് ചെയ്ത സക്സസ് ആയിരിക്കും എന്നൊക്കെ ബിലീവ് ചെയ്യുന്നതൊക്കെ എന്താണ്, അതിനെക്കുറിച്ച് മാത്തമാറ്റിക്കലി ഈ സൈക്കോളജിക്കൽ ടേംസ് എക്സ്പ്ലെയിൻ. എന്യൂമറസിനെ മാത്തമാറ്റിക്കലി, അതായത് സൈക്കോളജിയെ ബേസ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ജോൺ പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അയാളുടെ ടെക്സ്റ്റിൽ നിന്ന് ഇവിടെ പറയുന്നുണ്ട്. Okay, these are the theories coming under human heuristic എന്ന് പറയുന്ന തിയറീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. റെപ്രസെൻറ്റേറ്റീവ്നെസ്സസ്, അവൈലബിലിറ്റി, എൻക്രോച്ചിങ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, എന്യൂമറസി എത്രയാണ് വരുന്നത്. എന്യൂമറസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പീപ്പിൾ പാസ്റ്റ് ഇവൻറ്റിനെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ്, അതായത് നമ്മൾ നമ്പറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാറുണ്ട്, ചിലർക്കുണ്ടല്ലേ ഇന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും എന്നുള്ളത് അല്ലേ, ചിലർ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഇന്ന നമ്പറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങൾ, ചിലപ്പോൾ ഓഡ് നമ്പറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവൻ നമ്പറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്യൂമറസി. അതൊരു സൈക്കോളജിക്കൽ തിങ്സ് ആണ് പറയുന്നത് അല്ലേ. അതുപോലെ പാസ്റ്റ് ഇവൻറ്റിനെ വെച്ചിട്ടായിരിക്കും ആളുകൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ഇതിൻ്റെ അകത്ത് നിങ്ങളോട് ബിഹേവിയറൽ ഫിനാൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. തിയറീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, ബിഹേവിയറൽ ഫിനാൻസും അതിൻ്റെ ആ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ബിഹേവിയറൽ ഫിനാൻസ്. ഓക്കെ, ബൈ. Market anomalies. In the non-investing world, an anomaly is a strange or unusual occurrence. Unexpected ആയിട്ടുണ്ടാകുന്ന ഒരു ഓക്കറൻസ് അല്ല, സ്ട്രേഞ്ച് ആയിട്ട് അൺയൂഷ്വൽ ആയിട്ട് സംഭവം ഓക്കർ ചെയ്യുന്നതിനാണ് നമ്മൾ അനോമലി എന്ന് വിതൗട്ട് ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് വേൾഡ് അല്ലെ ഫിനാൻഷ്യൽ വേൾഡിൽ അല്ലാതെ പറയുന്നത്. In financial market, anomalies refers to the situation when a security or group of securities perform contrary to the notion of the efficient market, where securities prices are set to reflect all available information at any point in time. So anomalies എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ സംഭവിക്കുന്നതിന് ആ ഒരു സിറ്റുവേഷനെയാണ് അനോമലീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് റിഫേഴ്സ് ടു സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ ആണ് വെൻ എ സെക്യൂരിറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി, ഒന്നെങ്കിൽ ഒരു സെക്യൂരിറ്റീൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി പെർഫോം കോൺട്രറി, ഓപ്പോസിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പോൾ അപ്വേർഡ് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, അത് ഡൗൺവേർഡ് പോകാൻ ടു ദി നോഷൻ ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്. The efficient market, or normal market situation where security prices are set to reflect all available information at any point in the time.
അതായത് എന്തൊരു നമുക്ക് ഇൻഫർമേഷൻ വന്നാലും എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ സ്ട്രേഞ്ച് ഓർ അൺയൂഷ്വൽ ഒക്കറൻസിനെയാണ് അനോമലീസ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറയുന്നത് യൂഷ്വലി ഉള്ള കാര്യമാണ് അനോമലീസ് എന്ന് പറയുന്നത്. റിഫേഴ്സ് ടു സിറ്റുവേഷൻ വെൻ എ സെക്യൂരിറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് പെർഫോം കോൺട്രറി ടു ദി നോഷൻ ഓഫ് എഫിഷ്യന്റ് മാർക്കറ്റ് വെർ സെക്യൂരിറ്റി പ്രൈസ് ആർ സെറ്റ് ടു റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. In economics and finance, an anomaly is when the actual result under a given set of assumptions is different from the expected result predicted by a model. അതായത് നമ്മൾ ഫിനാൻസിലല്ല എക്കണോമിക്സിലൊക്കെ ഈ ഒരു രീതി വേണമെങ്കിലും അനോമലീസിനെ പറയാം. അനോമലി ഈസ് വൺ ദി ആക്ച്വൽ റിസൾട്ട് അണ്ടർ എ ഗിവൺ സെറ്റ് ഓഫ് അസംഷൻ. അതായത് നമ്മുടെ ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഗിവൺ സെറ്റ് ഓഫ് അസംഷൻ്റെയോ ഇൻഫർമേഷൻ്റെ ഒക്കെ പുറത്തായിരിക്കും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം, അത് വ്യത്യസ്തമായിരിക്കും എക്സ്പെക്റ്റഡ് റിസൾട്ട് പ്രിഡിക്റ്റഡ് ബൈ ദി മോഡൽ. അതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാനുണ്ടായിരിക്കും, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്തായിരിക്കും, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മൾ അനോമലി എന്ന് പറയുന്നത്. അനോമലി provide evidence that a given assumption or a model does not hold up in the practice. The model can either be relatively new or an older model. അതായത് ഇപ്പോൾ വരുന്ന ഈ അനോമലീസ് എന്ന് പറയുന്ന പുതിയൊരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെ പണ്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഇൻ ഫിനാൻസ് ടു കോമൺ ടൈപ്പ് ഓഫ് അനോമലീസ് ആർ മാർക്കറ്റ് അനോമലീസ് ആൻഡ് പ്രൈസിങ് അനോമലീസ്. രണ്ട് ടൈപ്പ് ഓഫ് അനോമലീസ് ആണ് ഫിനാൻസിലുള്ളത്, മാർക്കറ്റ് അനോമലീസും അപ്പോൾ പ്രൈസിങ് അനോമലീസും ആണുള്ളത്. നമ്മൾ നോക്കിയത് മാർക്കറ്റ് അനോമലീസ് ആണ്, അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് അനോമലീസ് ആണ്. അതേപോലെ നമുക്ക് പ്രൈസിങ് അനോമലീസും ഉണ്ട്. അതപ്പോൾ അനോമലീസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണ് എക്സാമിന് നോർമലി ഇന്ന പോർഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുവോളം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് അല്ല, ഒരുവിധം 90% നമ്മൾ കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതുവരെയുള്ള നമ്മൾ ഈ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അസംഷനിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു വർഷം ഈ ഒരു സെമസ്റ്ററിൻ്റെ എക്സാമിന് മാത്രം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എവിടെയും കേട്ടിട്ടില്ലാത്ത ജസ്റ്റ് എവിടെയൊക്കെ ഉള്ള ഒരു ബോർഡ് വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നതെന്ന് വിചാരിക്കുക. ദാറ്റ്സ് എ അനോമലീസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല, നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരത്തിലുണ്ടാകുന്ന ആ ഒരു ഇതാണ് നമ്മൾ അനോമലീസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഇൻഫർമേഷനുകൾ എവിടെ ഉണ്ടായിരിക്കും, എപ്പോഴും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ എന്ത് ചെയ്യും, പെർഫോമൻസ് എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ഒക്കെ, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. അതായത് നാളെ പ്രൈസ് കൂടും, മറ്റന്നാൾ പ്രൈസ് കുറയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ അനോമലീസുകൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച ഇപ്പോൾ പ്രൈസ് നല്ല പ്രൈസ് ആയിരിക്കും മാർക്കറ്റ്, അങ്ങനെയുള്ള കുറേ അനോമലീസുകൾ ഉണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതാണ് അനോമലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ടൈപ്പ് ഓഫ് അനോമലീസ്, മെയിൻലി ദർ ആർ 3 ടൈപ്പ് ഓഫ് അനോമലീസ്. ഹിയർ ടൈപ്പ് ഓഫ് അനോമലീസ് മീൻസ് മാർക്കറ്റ് അനോമലീസ് കേട്ടോ. Types of market anomaly: first one fundamental anomalies, second one technical and calendar anomalies. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് അനോമലീസ് ആണുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ റെഫർ ചെയ്താൽ മതി, ഞാൻ ആ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ അനോമലീസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലോട്ട് തന്നെ നിങ്ങൾ നോക്കുക, ടെക്സ്റ്റിലെ 267 പേജ് നോക്കിയിട്ട് നോക്കുക. ഫണ്ടമെന്റൽ അനോമലീസ് ക്രിയേറ്റ് എ പ്രെഡിക്റ്റബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ചസ് ദാറ്റ് ക്യാൻ ഫൗണ്ട് ത്രൂ ഫണ്ടമെന്റൽ അനാലിസിസ് ഓഫ് പബ്ലിസിറ്റി അവൈലബിൾ ഇൻഫർമേഷൻസ്. ഫണ്ടമെന്റൽ അനോമലീസ് ക്രിയേറ്റ് എ പ്രെഡിക്റ്റബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ്. ചില സമയത്ത് ഫണ്ടമെന്റൽ അനോമലീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ, നമുക്കറിയാം ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന 2 സെക്ഷൻ ഉണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഇനി
പഠിക്കാൻ പോണ നമ്മുടെ സെമിനാർ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പനീനെയും മാർക്കറ്റിനെയും അതുപോലെ ഇൻഡസ്ട്രീനെയൊക്കെ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണ ആ ഷെയറിന്റെ കമ്പനി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം ആ ഷെയറിന്റെ ഇൻഡസ്ട്രി ഏതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. പർട്ടിക്കുലർ കമ്പനിയും ഇൻഡസ്ട്രിയും അപ്പോൾ അതിൻ്റെ എക്കണോമീനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ടാറ്റ സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ടാറ്റ സ്റ്റീലിനെ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ എന്ത് ചെയ്യും, ടാറ്റ സ്റ്റീൽ ഏത് ഇതിൽ പെട്ടതാണ്, ഏത് ഇൻഡസ്ട്രിയിൽ പെട്ടതാണ്? ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ പെട്ടതാണ്. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രീൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യൻ എക്കണോമീനെ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രത്തെ രീതിയിൽ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റ് ചെയ്ത ഒരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യും. അതിന് വിപരീതമായിട്ടോ അനോമലീസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് ക്രമത്തിനെതിരായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുകയാണ് ത്രൂ സ്പ്രെഡ് ഓഫ് സം അതർ ഫണ്ടമെന്റൽ ഇൻഫർമേഷൻ. അതായത് വേറെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലാത്ത ഇൻഫർമേഷൻ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഫണ്ടമെന്റൽ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ദാറ്റ്സ് നോൺ ആസ് ഫണ്ടമെന്റൽ അനോമലീസ്. This is a stock price valuation of on the example fundamental anomaly connected with the book to market ratio. But fundamental anomaly create predictability in stock price changes that found through fundamental analysis of publicly available information. അതായത് സ്റ്റോക്ക് പ്രൈസിൽ എങ്ങനെ ചേഞ്ച്, നിങ്ങളുടെ ആദ്യത്തെ ഒരൊറ്റ സെന്റൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഫണ്ടമെന്റൽ അനോമലീസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഉണ്ടാവുന്നു. എങ്ങനെയാണ്? പ്രഡിക്റ്റബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിൽ പ്രഡിക്റ്റബിലിറ്റി വീണ്ടും പ്രഡിക്റ്റ് ചെയ്യുന്നു. പ്രഡിക്റ്റബിലിറ്റി ചേഞ്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, പ്രഡിക്റ്റ് ചെയ്ത് വെച്ചൊരു പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻ ഫൗണ്ട് ടു ഫണ്ടമെന്റൽ അനാലിസിസ് and of the publicly available information. ഫണ്ടമെന്റൽ ത്രൂ എങ്ങനെയാണ്? ഫണ്ടമെന്റൽ അനാലിസിസിൽ കൂടിയുള്ള ഇൻഫർമേഷൻ ചേഞ്ചസ് വന്നിട്ട് നമ്മൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ സ്റ്റീലിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടാറ്റ സ്റ്റീലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ കമ്പനി ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും നമ്മുടെ ഷെയർ പ്രൈസ് പോകുന്നുണ്ടായിരിക്കും, മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് 100 രൂപയായിരുന്ന ഷെയർ പ്രൈസ് അടുത്ത മാസം 200 രൂപയാകുമെന്ന് നമ്മൾ ഒരു പ്രഡിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി തകരാൻ പോകുകയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ആകും. അപ്പോൾ എന്താണ്, ഓൾറെഡി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 100 രൂപയുള്ള ഷെയർ എത്രയായിട്ട് മാറും എന്ന് നമ്മൾ പറയുന്നത്, 200 രൂപയായിട്ട് മാറും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് തകരുകയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഷെയറിന്റെ പൈസ 100 രൂപയിൽ നിന്ന് എന്താവും, താഴേക്കാവും. 50 വേണമെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഷെയർ പ്രൈസ് കുറയുകയാണെങ്കിൽ, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിന് വിപരീതമായിട്ട് അതീതമായിട്ട് വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ, ആ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കാനുള്ള കാരണമാകുന്നത് എന്താണോ അതാണ് അനോമലീസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലേ? അപ്പം സെക്കൻഡ് അനോമലീസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അനോമലീസ്. അപ്പം ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ സെമിനാർ ടോപ്പിക്കിൽ വരുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹിയർ വി ആർ പ്രിഡിക്റ്റിംഗ് ദി ഫ്യൂച്ചർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പാസ്റ്റ് പ്രൈസ്. പഴയ പാസ്റ്റ് പ്രൈസിനെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രൈസിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനോമലീസ് ക്രിയേറ്റ് പ്രിഡിക്റ്റബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ചസ് ദാറ്റ് can be detected through technical analysis of historical information. അതായത് നമ്മൾ പാസ്റ്റ് ഇൻഫർമേഷനൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് പ്രൈസ് വെച്ചിട്ട്, അതായത് നമ്മൾ ലാസ്റ്റ്
ഇയറുകളുടെയൊക്കെ പ്രൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റിലെ എന്ത് ചെയ്യും പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു സെക്ടറിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് മീൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർകാസ്റ്റിംഗ് ഓഫ് എ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്രൈസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് മൂവ്മെന്റ്. അതായത് നമ്മൾ പാസ്റ്റ് മൂവ്മെന്റിനെ വെച്ചിട്ട് ഫ്യൂച്ചർ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയായിരിക്കും ഇന്ന ഷെയറിന്റെ പോകുക. ഇപ്പൊ ഇന്ന ഷെയർ 10 രൂപയിലായിരുന്നു ഷെയർ വാല്യൂ, അത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു 2 വർഷത്തേന് എന്ത് ചെയ്യാം, അപ്വേർഡ് തന്നെയാണ് പോകുകയെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതേ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കൊണ്ടുള്ള ഒരു സ്പ്രെഡിങ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഷെയർ പ്രൈസിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് ഉണ്ടാവാം നെഗറ്റീവായിട്ട്. അതായത് ഇപ്പൊ ഇത് സ്റ്റീൽ ഇൻഡസ്ട്രി തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റീൽ ഇൻഡസ്ട്രിക്കുള്ള ഇനി ഒരു ഇടിവ് വരും, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രി അപ്വേർഡൊന്നും ആയിരുന്നില്ല, അത് വെറും ഒരു ഊഹം മാത്രമായിരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല എന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഷെയർ പ്രൈസ് എന്ത് ചെയ്യും, ഡൗൺ ആവും. അപ്പൊ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് കൂടിയാണ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നെങ്കിൽ അതിനെ ടെക്നിക്കൽ അനോമലീസും, ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഇൻഫർമേഷനിൽ കൂടിയാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയി സംഭവിക്കുന്നതെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ അനോമലീസ് എന്നും പറയും. ദെൻ മൂന്നാമത് വരുന്നതാണ് കലണ്ടർ അനോമലീസ് എന്ന് പറയുന്നത്. Calendar anomalies affect assuming that particular day or month or period of year stock return behave contrary to the market efficiency hypothesis. അതായത് കലണ്ടർ അനോമലീസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേയോ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രിഡിക്ഷൻ ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മന്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയർ ഒക്കെ എന്ത് ചെയ്യാം, സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ ആവാം. അപ്പൊ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് എന്താവും, ഓപ്പോസിറ്റ് ആവും അല്ലെ. നമ്മൾ അടുത്ത ഒരു വർഷത്തേന് ഇങ്ങനെയാണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും, വേറെ കലണ്ടർ അനോമലീസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേയെ ഇങ്ങനെയാണ് അഫക്റ്റ് ചെയ്യും, അല്ലെ ഒരു പർട്ടിക്കുലർ മന്തിൽ ഇങ്ങനെയായിരിക്കും സ്റ്റോക്ക് പ്രൈസ് എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ഒരു ഡേയിനെയോ മന്തിനെയോ ഇയറിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ കലണ്ടർ അനോമലീസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് താഴെ പറയുന്നത് ജനുവരി എഫക്റ്റ്, വീക്കെൻഡ് എഫക്റ്റ്, ഹോളിഡേ എഫക്റ്റ്, ടേൺ ഓഫ് ദി മന്ത് എന്നൊക്കെ പറയുന്നത് അതിനുള്ള എക്സാമ്പിളുകളാണ്. അല്ലെങ്കിൽ കലണ്ടർ എഫക്റ്റിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ പ്രസന്റിലുള്ള കുറച്ച് എഫക്റ്റുകളാണ്. ഫസ്റ്റ് ജനുവരി എഫക്റ്റ്. And there is an assumption that in month of January is a special month for stock market. At this time, many firms close their books years and many individuals end their tax year. The beginning of new year is particular time when turn of the week, turn of the month, turn of the year effect coincide. January effect predict the returns in January are higher than returns in the other month. അതായത് നോർമലി ഒരു ജനുവരി എഫക്റ്റ് ഉണ്ട്, ജനുവരിയിൽ നോർമലി ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്, റിട്ടേൺസ് ഓഫ് ജനുവരി ഈസ് ഹയർ ദാൻ അതർ മന്ത്സ്, മറ്റുള്ള മന്തുകളെ കഴിഞ്ഞും റിട്ടേൺസ് കൂടുതലായിരിക്കും, അങ്ങനെ ഒരു എഫക്റ്റ് പറയുന്നുണ്ട്. ആക്ച്വലി ദിസ് ഇസ് ജനുവരി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എന്തായിരിക്കും, നല്ല ഒരു മന്തായിരിക്കും ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ എന്താവുകയാണ്, ഓപ്പോസിറ്റ് ആവുകയാണ്, വേറെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ജനുവരി എഫക്റ്റ്. ദെൻ വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ
end of the week there is a some day, it's a special day. For example പറയുകയാണെങ്കിൽ Friday is a good day for the stock market. It's as compared to other day. മറ്റുള്ള ഡേയിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫ്രൈഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും കുറച്ചുകൂടെ എന്താ ഷെയർ മാർക്കറ്റിൽ ഒരു പ്രഡിക്ഷൻ ആണ്, ഓൾറെഡി ഉള്ളതാണ്. മോർ ബിസിനസ് ഇൻ ദി ഷെയർ മാർക്കറ്റ്, അതായത് ഫ്രൈഡേ കുറച്ചുകൂടെ ബിസിനസ് കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ വീക്കെൻഡ് ഫ്രൈഡേയിൽ അങ്ങനെയൊക്കെയുള്ള ചില അസംഷനുകളുടെ പുറത്ത് ആണ് പോകുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണ്. ദെൻ ഹോളിഡേ എഫക്റ്റ്. ഹോളിഡേ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളിഡേ സംടൈംസ് ദർ ഈസ് എൻ ഹോളിഡേ. നമുക്കിനി മുന്നോട്ടുള്ള 2-3 ദിവസം ഹോളിഡേ ആണ്, അല്ലെ ഹോളിഡേ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, നോർമലി ബിസിനസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഹോളിഡേക്ക് മുന്നുള്ള ദിവസം എന്തായിരിക്കും, ദർ ഈസ് എ പ്രഡിക്ഷൻ ദാറ്റ് ഈസ് മോർ ബിസിനസ്, കൂടുതൽ ബിസിനസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണ്. ടേൺ ഓഫ് ദി മന്ത്, ചില മാസങ്ങളൊക്കെ ടേൺ ഓഫ് ദി മന്ത്, അതായത് അധികം ബിസിനസ് ഇല്ല എന്നുള്ള അസംഷനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഷെയർ മാർക്കറ്റ് ഇപ്പോൾ ഓൺഗോയിങ് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നിട്ട് അവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ ഷെയർ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവുക. അത്തരത്തിൽ വരുമ്പോഴാണ് നമ്മളിതിനെ കലണ്ടർ അനോമലീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എഫക്റ്റിനെയാണ് കലണ്ടർ അനോമലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവിക്കാൻ കാരണമാകുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മേ ബി എ ഫണ്ടമെൻ്റൽ ആവാം, ടെക്നിക്കൽ ആവാം, കലണ്ടർ അനോമലീസ് ആവാം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അനോമലീസ് എന്താണെന്ന് ചോദിച്ചാലുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഒന്നുമല്ല.